ഒരു IAS-കാരിയാകണം എന്ന ആഗ്രഹത്തോടെ കുടുംബത്തിന്റെയും നാടിന്റെയും കണ്ണിലുണ്ണിയായി വളർന്ന ഒരു കൊച്ചുമിടുക്കി. പത്തനംതിട്ട ജില്ലയിലെ കോന്നി ഗ്രാമത്തിൽ കുരീക്കാട്ട് പുത്തൻവീട്ടിൽ ഷാജി ഊമ്മന്റെയും ഷീജ ഷാജിയുടെയും 2 മക്കളിൽ മൂത്തവളായി ജനിച്ച ഏഞ്ചൽ ഷാജി എന്ന മിടുക്കി. സ്മാർട്ടാണ്, പവർഫുള്ളാണ്, എല്ലാറ്റിലുമുപരി ഈശോയുടെ സ്വന്തം കൊച്ചു മാലാഖയാണ്. കരാട്ടക്കാരിയായി തന്റേടിയായ ആൺകുട്ടിയായി അറിയപ്പെട്ട ഏഞ്ചലിന്റെ ദൈവവിളി അറിയാവുന്ന ഏതൊരാൾക്കും അതൊരു അത്ഭുതമാണ്. തന്റെ 11ാം വയസ്സിൽ ഈശോ തന്നെ വിളിക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞ നിമിഷം ഏഞ്ചൽ വീട് വിട്ടിറങ്ങി. തന്റെ ക്രൂശിതനു വേണ്ടി സർവവും സമർപ്പിച്ച് അവന്റെ മണവാട്ടിയാകാൻ ആമേൻ പറഞ്ഞു. അങ്ങനെ ഏഞ്ചൽ ഷാജി സിസ്റ്റർ ക്ലാര ഫ്രാൻസിസ് DMI. ഇന്ന് അവൾ ഡോട്ടേഴ്സ് ഓഫ് മേരി സന്യാസ സമൂഹത്തിന്റെ തിരുവനന്തപുരം സെന്റ് മേരീസ് പ്രൊവിൻസിൽ കർത്താവിന്റെ മണവാട്ടിയായി സേവനമനുഷ്ഠിക്കുന്നു. IAS-കാരിയാകാനുള്ള ആഗ്രഹത്തിൽ നിന്ന് ഈശോയുടെ മണവാട്ടിയിലേക്കുള്ള യാത്ര കല്ലും മുള്ളും നിറഞ്ഞതായിരുന്നു. എന്നാൽ ഈശോയുടെ ക്ലാര അതിനെയെല്ലാം അതിജീവിച്ചു. തന്റെ മണവാളനു വേണ്ടി, അവന്റെ സ്വന്തമാകുവാൻ വേണ്ടി. കർത്താവ് അരുളി ചെയ്യുന്നു, നിന്നെക്കുറിച്ചുള്ള പദ്ധതി എന്റെ മനസ്സിലുണ്ട്. നിന്റെ നാശത്തിനല്ല, ക്ഷേമത്തിനുള്ള പദ്ധതിയാണത്. നിനക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി എന്ന വചനം സിസ്റ്റർ ക്ലാരയുടെ ജീവിതത്തിൽ പ്രാവർത്തികമായത് എങ്ങനെയെന്ന് നമുക്ക് കണ്ടറിയാം. നമസ്കാരം. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ സിസ്റ്റർ. മേരിമാക്ക സന്യാസിനി സമൂഹാംഗവും തിരുവനന്തപുരം സെന്റ് മേരീസ് പ്രൊവിൻസിലെ അംഗവുമായ സിസ്റ്റർ ക്ലാര ഫ്രാൻസിസ് DM ആണ് നമ്മോടൊപ്പം ഉള്ളത്. സുഖമല്ലേ സിസ്റ്റർ? സുഖമായിട്ട്. തൻ്റെ ദൈവവിളിയെക്കുറിച്ച് പറയുമ്പോൾ എപ്പോഴും ഒരു അത്ഭുതമാണെന്നാണ് സിസ്റ്റർ പറയുന്നത്. ഒരു IAS-കാരി ആകണമെന്ന് ആഗ്രഹത്തോടെ ഒരു ആൺകുട്ടിയെപ്പോലെ ജീവിച്ച ഏഞ്ചൽ ഷാജി എങ്ങനെയാണ് സിസ്റ്റർ ക്ലാര ഫ്രാൻസിസ് DMI ഈ ഒരു സന്യാസ ജീവിതത്തിലേക്ക് കടന്നു വന്നതെന്ന് ഞങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കാവോ? വളരെ അപ്രതീക്ഷിതമായിട്ട് ദൈവവിളി തിരഞ്ഞെടുത്തൊരു വ്യക്തിയാണ് ഞാൻ. ദൈവവിളി ഞാൻ തിരഞ്ഞെടുക്കുകയല്ലായിരുന്നു, ദൈവം എന്നെ തിരഞ്ഞെടുക്കുകയായിരുന്നു. എൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ കയ്യൊപ്പ് പതിഞ്ഞ ഒത്തിരി അനുഭവങ്ങളിലൂടെ കടന്നുപോയ വ്യക്തിയാണ് ഞാൻ. പറയുകയാണെങ്കിൽ ഇപ്പോഴും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഞാൻ ഒരു സമർപ്പിത വ്യക്തിയായിട്ട് മാറി എന്നുള്ള കാര്യം. കാരണം എനിക്ക് ചെറുപ്പത്തിൽ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു ഒരു സിസ്റ്റർ ആകണമെന്ന്. കാരണം എൻ്റെ ഇടവക പള്ളിയിൽ ശുശ്രൂഷ ചെയ്തിരുന്നത് മേരിമക്കൾ സന്യാസിനി സമൂഹത്തിലെ സിസ്റ്റേഴ്സാണ്. അപ്പം ചെറുപ്പം മുതൽ അവരെ കണ്ടും കേട്ടും, പിന്നെ എൻ്റെ അമ്മയെ പഠിപ്പിച്ചത് DM സിസ്റ്റേഴ്സാണ്. പിന്നെ എൻ്റെ പപ്പ പണ്ട് മുതലേ സിസ്റ്റേഴ്സിൻ്റെ ഒപ്പമാണ് വളർന്നത്. അങ്ങനെ കുടുംബപരമായിട്ട് സിസ്റ്റേഴ്സിനോട് ഭയങ്കര ബന്ധമുള്ളൊരു കുടുംബമാണ് എൻ്റേത്. അപ്പം നല്ല ചെറുപ്പത്തിൽ തന്നെ സിസ്റ്റേഴ്സിനോടൊരു ബന്ധം എനിക്ക് ഉണ്ടായിരുന്നു. എന്നാൽ ഒരു 7-8 ക്ലാസ്സുകളായപ്പോഴത്തേന് എനിക്ക് സിസ്റ്റർ ആകണം എന്നുള്ളൊരു ആഗ്രഹമേ എൻ്റെ മനസ്സിലില്ല. ചെറുപ്പത്തിലുണ്ടായിരുന്നു, പിന്നെ എൻ്റെ ആഗ്രഹം എല്ലാം മാറി. എനിക്ക് എങ്ങനെയെങ്കിലും IAS അല്ലെങ്കിൽ IPS ആകണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. അതിനു വേണ്ടിയിട്ട് ഞാൻ നല്ലതായിട്ട് പരിശ്രമിക്കാറുണ്ടായിരുന്നു. എനിക്ക് എഴുതാനും വായിക്കാനും പ്രസംഗിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതിന് എനിക്ക് പ്രചോദനം എൻ്റെ അമ്മയാണ്. അമ്മ എഴുതും,
അത്ര വലിയ വിദ്യാഭ്യാസമൊന്നും ഇല്ല എങ്കിലും വളരെ ചെറുപ്പത്തിൽ തന്നെ എൻ്റെ അമ്മ എഴുതുന്ന ഒരു വ്യക്തിയാണ്. അമ്മയുടെ കുടുംബത്തിൽ നിന്ന് കിട്ടിയ ഒരു വലിയ മൂല്യമായിരിക്കാം അത് എന്ന് ഞാൻ കരുതുന്നു. അപ്പം എൻ്റെ അമ്മ ഈ എഴുതാനും വായിക്കാനും പ്രസംഗിക്കാനും എല്ലാം എനിക്ക് ഭയങ്കര സപ്പോർട്ടായിരുന്നു. എൻ്റെ പപ്പയും അതുപോലെ എനിക്ക് നല്ല സപ്പോർട്ടായിരുന്നു. അവരുടെ പിന്തുണ ഒന്നുകൊണ്ട് മാത്രമാണ് എനിക്ക് എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ നേടാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത്. അപ്പം ഞാൻ എൻ്റെ IAS ആകണം IPS ആകണം എന്നുള്ള ആഗ്രഹം ഞാൻ പപ്പയോട് പറയുമ്പോൾ പപ്പ പറയും, അതിനെന്നാ, പൈസ ഇല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഞാൻ കഷ്ടപ്പെട്ട് പൈസ ഉണ്ടാക്കി പഠിപ്പിച്ചോളാം, മോൾക്ക് ഇഷ്ടമുള്ളത് എന്താന്ന് വെച്ചാൽ മോൾ അതുപോലെ ചെയ്തോളാനാണ് എൻ്റെ പപ്പയും അമ്മേനോട് പറഞ്ഞിട്ടുള്ളത്. എൻ്റെ എന്ത് കാര്യത്തിലായാലും അവരൊരിക്കലും ഇതുവരെ തടസ്സം പറഞ്ഞിട്ടില്ല. ഞാനായാലും എൻ്റെ സഹോദരി ആയാലും ഞങ്ങൾ രണ്ടുപേരെയും വളരെ നല്ല രീതിയിൽ തന്നെയാണ് എൻ്റെ പപ്പയും അമ്മയും ഞങ്ങളെ വളർത്തിയിട്ടുള്ളത്. ഒത്തിരി സാമ്പത്തികമായിട്ട് ഞങ്ങൾക്ക് മുന്നിൽ, മറ്റുള്ളവരെക്കാളും മുന്നിലല്ല എങ്കിൽ അന്നത്തേക്കുള്ള ആഹാരം ലഭിച്ച് ജീവിച്ചു പോകുന്ന ഒരു കുടുംബത്തിലെ സാധാ ഒരു കുടുംബത്തിൽപ്പെട്ട ആളാണ് ഞാൻ. എൻ്റെ പപ്പ ഒരു ഡ്രൈവറാണ്, എൻ്റെ അമ്മ ഹൗസ് വൈഫാണ്. അങ്ങനെ വളരെ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരു കുടുംബത്തിലെ അംഗമാണ് ഞാൻ. 10ാം ക്ലാസ്സിലാണ് സിസ്റ്റർക്ക് ദൈവവിളി അല്ല, ദൈവം സിസ്റ്ററെ തിരഞ്ഞെടുത്തത് എന്നുള്ളൊരു ബോധ്യം സിസ്റ്റർക്ക് ലഭിച്ചതെന്ന് മനസ്സിലായി. അപ്പോൾ ആ ഒരു അനുഭവത്തെക്കുറിച്ച്, സിസ്റ്ററുടെ ദൈവവിളി അനുഭവത്തെക്കുറിച്ച് പങ്കുവെക്കോ? ഞാൻ ഒരു 5 വർഷക്കാലം ഞാൻ പത്തനംതിട്ട ജില്ലയിലെ കോന്നിയാണ് എൻ്റെ വീട്. അപ്പം കോന്നി ഗ്രാമപഞ്ചായത്തിൽ ബാലസഭയായിട്ട് തിരഞ്ഞെടുത്തായിരുന്നു. ഞാനങ്ങനെ 5 വർഷക്കാലത്തോളം കോന്നി ബാലപഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായിട്ട് ഇരുന്ന വ്യക്തിയാണ്. അപ്പോൾ എനിക്ക് ഒത്തിരി പ്രവർത്തനങ്ങൾ കുട്ടികളുടെ ഇടയിൽ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല, എന്നെയും എൻ്റെ സഹോദരിയെയും എൻ്റെ പപ്പ കരോട്ട പഠിക്കാൻ വിട്ടിട്ടുണ്ട്. അങ്ങനെ ബാലസഭയുടെ ഒരു ഇതിലാണ് ഞങ്ങൾ കരോട്ട പഠിക്കാൻ പോയത്. എനിക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല, എനിക്ക് ചെറിയ ശാരീരിക അസ്വസ്ഥതകൾ കാരണം. എങ്കിൽ തന്നെയും ഒരു ആൺകുട്ടി എങ്ങനെയാണോ സമൂഹത്തിൽ നിൽക്കുന്നത് അതേപോലെ തന്നെ ഒരു ആൺകുട്ടിയുടെ കരുത്തോടു കൂടി നിൽക്കാൻ എൻ്റെ പപ്പ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത്. കാരണം ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വരികയാണെങ്കിലും പ്രതിസന്ധികൾ വരികയാണെങ്കിലും ഒന്നിലും പതറാതെ നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കണമെന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ള കാര്യം. അത് എൻ്റെ ഒരു ജീവിത രീതി എന്ന് പറഞ്ഞത്, ഞാൻ ചുരിദാർ എന്ന വസ്ത്രം ഞാൻ ധരിച്ചിട്ടില്ല. മടത്തി വരുന്നതിന് മുമ്പ് വരെ എനിക്ക് അങ്ങനെ ഒരു വസ്ത്രമില്ലായിരുന്നു. ഞാൻ ജീൻസും ഷർട്ടും ജീൻസും ടീഷർട്ടൊക്കെ ഇട്ട് കുഞ്ഞു പാവാടയൊക്കെ ഇട്ട് മുടിയൊക്കെ ബോബി ചെയ്ത് ഇങ്ങനെ നടന്ന ഒരു വ്യക്തിയാണ്. അപ്പം വളരെ യാദൃശികമായിട്ട് ഞാൻ മഠത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിൻ്റെ പിന്നിൽ എനിക്ക് ദൈവവിളി ഉണ്ട് എന്ന് കണ്ടെത്താൻ എനിക്ക് സാധിച്ചത് എൻ്റെ അമ്മയിലൂടെയാണ്. കാരണം 10ാം ക്ലാസ്സിൽ ഞാൻ പഠിക്കുന്ന സമയത്ത് എന്തോ ഒരു ശൂന്യത എൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു. അപ്പം മോഡൽ പരീക്ഷയുടെ സമയത്ത് എനിക്ക് നല്ലതായിട്ട് മാർക്ക് കരസ്ഥമാക്കാൻ സാധിച്ചിരുന്നു. എന്നാൽ ഫൈനൽ പരീക്ഷ അടുക്കും തോറും എന്തോ ഒരു ശൂന്യത എൻ്റെ മനസ്സിൽ. അത്രയും നാളുള്ള ചിന്ത എന്ന് പറയുന്നത്, എങ്ങനെയും 10ാം ക്ലാസ്സിൽ നല്ല മാർക്ക് വാങ്ങിച്ച് +2-ന് ഹ്യൂമാനിറ്റീസ് എടുത്ത് പിന്നെ ഡിഗ്രി എടുത്ത് അങ്ങനെ IAS പ്രിപ്പയർ ചെയ്ത് സിവിൽ സർവീസിന് പ്രിപ്പയർ ചെയ്ത് അങ്ങനെ പോലീസ് ആവണം അല്ലെങ്കിൽ IAS എന്തെങ്കിലും എടുക്കണം എന്നുള്ളതായിരുന്നു. എന്നാൽ 10ാം ക്ലാസ്സിൽ ഞാൻ പ്രതീക്ഷിച്ച അത്ര മാർക്ക് എനിക്ക് കിട്ടിയില്ല. കാരണം ഞാൻ റിസൾട്ടൊക്കെ അറിയുന്നതിന് മുമ്പേ ആണ് മടത്തി വന്നത്. എങ്കിൽ തന്നെയും ഞാൻ പ്രതീക്ഷിച്ച അത്ര മാർക്ക് എനിക്ക് 10ാം ക്ലാസ്സിൽ സ്കോർ ചെയ്യാൻ സാധിച്ചില്ല. ഉള്ളിലൊരു എന്തോ ഒരു ശൂന്യതയായിരുന്നു. അപ്പം ഞാൻ അമ്മയോട് പറയാം, അമ്മ എനിക്ക് എന്താണെന്നറിയില്ല, എന്തോ ഒരു ശൂന്യത. അപ്പം എൻ്റെ അമ്മ എന്നോട് പറയാം, അതൊന്നും കാര്യമാക്കേണ്ട, എപ്പോഴും ബൈബിള് വായിച്ച് പരിശുദ്ധ അമ്മയോട് മാധ്യസ്ഥ യാചിച്ച് വിശുദ്ധ കുർബാനയിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ ജീവിതത്തിൽ യാതൊരു പ്രശ്നവും ഉണ്ടാകുകയില്ല. എന്ത് ശൂന്യത വന്നാലും എന്ത് പ്രയാസങ്ങൾ ഉണ്ടായാലും അതെല്ലാം ഈശോ അറിയാതെ ഒന്നും ജീവിതത്തിൽ സംഭവിക്കുകയില്ല. അതുകൊണ്ട് ഈശോയെ മുറുകെ പിടിച്ചോളാനാണ് എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു തന്നിട്ടുള്ളത്. എൻ്റെ വീട്ടിൽ നിന്ന് ഇടവകപ്പള്ളിയിലേക്ക് പോകണമെങ്കിൽ കുറേ ദൂരമുണ്ട്. അപ്പം എൻ്റെ ഇടവകപ്പള്ളിയിൽ എല്ലാ ദിവസവും വിശുദ്ധ കുർബാന ഇല്ല. എൻ്റെ ഒരു ചെറിയ ഇടവകപ്പള്ളിയാണ്, അതുമംഗലം സെൻറ്റ് മേരീസ്. അപ്പം ആ ഇടവകപ്പള്ളിയുടെ ഇടവകപ്പള്ളി കാർമല സെൻറ്റ് ആൻ്റണീസ് പള്ളിയുടെ കീഴിലായിരുന്നു ആ സമയത്ത് ഉണ്ടായിരുന്നത്. അപ്പം
കുർബാനയ്ക്ക് പോകണമെന്നുണ്ടെങ്കിൽ എനിക്ക് കാർമലപ്പള്ളിയിൽ പോകണമായിരുന്നു. എൻ്റെ വീട്ടിൽ നിന്ന് അവിടെ വരെ പോകാൻ വളരെയധികം ദൂരമുണ്ട്. ബസ്സൊക്കെ വളരെ കുറവാണ് ആ വഴിയിലേക്ക്. അപ്പം എൻ്റെ പപ്പ ഡ്രൈവർ ആയതുകൊണ്ട് രാവിലെ പപ്പ വണ്ടിയിൽ പോകുന്ന സമയത്ത് എന്നെയും എൻ്റെ അനുജത്തിയെയും കൂടി പപ്പ പള്ളിയിൽ കൊണ്ടുവിടും. മിക്ക ദിവസങ്ങളിലും പള്ളിയിൽ ചെല്ലുമ്പോഴത്തേന് കുർബാന ഏകദേശം തീരാറായി കാണും. എങ്കിൽ തന്നെയും അവിടെ ഒരു മാതാവിൻ്റെ ഒരു രൂപമുണ്ട്. അപ്പം എന്നോട് എൻ്റെ അമ്മ പറഞ്ഞ കാര്യമാണ്, എപ്പോഴും കുർബാന സ്വീകരിച്ചു കഴിഞ്ഞിട്ട് ഈശോയെ നമ്മുടെ ഹൃദയത്തിലേക്ക് സ്വീകരിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് കാര്യം ചോദിച്ചാലും അത് ഈശോയ്ക്ക് ഒരിക്കലും നിരസിക്കാൻ സാധിക്കില്ല. അത് എന്ത് കാര്യമാണെങ്കിലും ഈശോ സാധിച്ചു തരുമെന്ന്. അതുപോലെ അമ്മയോട് ചോദിച്ചാൽ മതി, അമ്മ പുത്രൻ തമ്പുരാനോട് പറഞ്ഞെല്ലാം സാധിച്ചു തരുമെന്ന്. അപ്പം ഞാൻ ഈ കുർബാന സ്വീകരിച്ചിട്ട് മാതാവിൻ്റെ രൂപത്തിന് മുന്നിൽ മുട്ടുകുത്തിന്ന് പ്രാർത്ഥിക്കായിരുന്നു, എൻ്റെ ഈശോയെ, എൻ്റെ അമ്മേ, എൻ്റെ ജീവിതാന്തസ് എന്താണെന്ന് തിരിച്ചറിയാനുള്ള ഒരു കൃപ എനിക്ക് തരണമേ. എനിക്ക് ഇന്നതുപോലെ IAS ആണോ അല്ലെങ്കിൽ IPS ആകണമെന്നാണ് ആഗ്രഹം. എൻ്റെ ജീവിതം ഇങ്ങനെ ആകണോ എന്ന് ഈശോ ആഗ്രഹിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് അമ്മ ചോദിച്ചിട്ടൊന്ന് പറയണേന്ന് ഞാൻ ഇങ്ങനെ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് എൻ്റെ ഒരു ചേച്ചി അല്ല എൻ്റെ ഒരു അമ്മ എന്ന രീതിയിൽ ഞാൻ പരിശുദ്ധ അമ്മയോട് ഇങ്ങനെ സംസാരിക്കുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഞാൻ എൻ്റെ അമ്മയുടെ ഇടവക മണ്ണീറ സെൻറ്റ് ജോർജ് ഇടവകയാണ്. അപ്പം അവിടെ ഇങ്ങനെ പള്ളിപ്പെരുന്നാൾ നടന്നുകൊണ്ടിരുന്ന സമയത്ത് റാസിക്ക് ഞാൻ ആ പള്ളിയിലേക്ക് പോയി. അപ്പം എൻ്റെ ഒരു കസിൻ സിസ്റ്റർ ജാസ്മിൻ തെരേസ്, അപ്പം സിസ്റ്റർ അവധിക്ക് വന്നതായിരുന്നു. അപ്പം സിസ്റ്ററിനെ ഇങ്ങനെ കണ്ടു. അന്നേരം ഒന്നും എൻ്റെ മനസ്സിൽ എനിക്ക് സിസ്റ്റർ ആകണമെന്നോ മടത്തി പോകണമെന്നോ ഒരു ചിന്തയില്ല. എനിക്ക് IAS അല്ലെങ്കിൽ IPS അത് മാത്രമായിരുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഏക ചിന്തയും ആഗ്രഹവും. അപ്പോൾ സിസ്റ്റർ എന്നോട് വന്ന് സംസാരിച്ചു. അപ്പം 10ാം ക്ലാസ്സൊക്കെ കഴിഞ്ഞ് നിൽക്കുമല്ലോ, ഇപ്പം ഇനി എന്താ പ്ലാൻ എന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു 10 കഴിഞ്ഞു, ഇനി +1 +2 പഠിക്കണം, പിന്നെ എനിക്ക് എൻ്റെ ആഗ്രഹമായ IAS IPS അതെടുക്കണം എന്നതാണ് എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞു. അപ്പം സിസ്റ്റർ എന്നോട് ചോദിച്ചു, ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ക്യാമ്പ് നടക്കുന്നുണ്ട്, ദൈവവിളി ക്യാമ്പ്, നീ വരുന്നോ എന്ന്. അപ്പോൾ എൻ്റെ മനസ്സ് ഞാൻ ഓർത്തു, എൻ്റെ ദൈവം, ഈ സിസ്റ്ററിനെ എന്തിനാണോ ഈ സമയത്ത് ഞാനിവിടെ കണ്ടത്. ഞാൻ പറഞ്ഞു, ഇല്ല, എനിക്ക് താല്പര്യമില്ല സിസ്റ്റർ, എനിക്ക് അല്ലാതെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, അപ്പം അവധിയല്ല, അപ്പം എനിക്ക് കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടെന്നൊക്കെ ഞാൻ പറഞ്ഞ് ഒഴിവാക്കാൻ ശ്രമിച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞു, അത് സാരമില്ല, നീ ആൻറ്റിയുടെ നമ്പർ ഇതാ, ഞാൻ വെറുതെ വിശേഷങ്ങളൊക്കെ അന്വേഷിക്കാൻ വിളിക്കാനൊക്കെ പറഞ്ഞു. ഞാൻ എൻ്റെ അമ്മയുടെ നമ്പർ കൊടുത്തു. ഞാൻ അവിടെ വെച്ച് ഈ കാര്യം വിട്ടു. വീട്ടിൽ വന്നിട്ട് ഞാൻ പറഞ്ഞുമില്ല. ഇങ്ങനെ ഞാനിങ്ങനെ ആലോചിച്ചു, അത് ശരിയാണല്ലോ, അവധി സമയമല്ലേ, പ്രത്യേകിച്ച് വേറെ ഒരു പരിപാടിയില്ല, വീട്ടിൽ ഇരുന്നാൽ എന്തെങ്കിലുമൊക്കെ ജോലികൾ ചെയ്യണം, അതിലും ഭേദം എന്നാൽ ദൈവവിളി ക്യാമ്പിനൊന്ന് പോയേക്കാം എന്ന് വിചാരിച്ച് ഞാൻ എൻ്റെ പപ്പയോടും അമ്മയോടും ഒന്നും പറഞ്ഞില്ല. ഞാൻ നേരെ എൻ്റെ മഠത്തിൽ, എൻ്റെ കാർമലയാണ് എൻ്റെ ഇടവകപ്പള്ളി വരുന്ന സിസ്റ്റേഴ്സിൻ്റെ മഠം ഉള്ളത്. അപ്പം ഞാൻ അവിടുത്തെ സിസ്റ്ററിനോട് പറഞ്ഞു. അവിടുന്ന് ആ സിസ്റ്ററാണ് പൊങ്ങമൂടുള്ള ഇപ്പോഴത്തെ എൻ്റെ പ്രൊവിൻഷ്യൽ ഹൗസിലേക്ക് വിളിച്ച് ഇങ്ങനെ കാര്യം പറഞ്ഞു. അവിടുന്ന് എൻ്റെ കസിൻ സിസ്റ്ററും വേറൊരു സിസ്റ്ററും കൂടെ അന്ന് ഇവിടെ വന്നു. ഞാൻ എൻ്റെ ബാഗൊക്കെ പാക്ക് ചെയ്ത് വെച്ചു. അപ്പോൾ എൻ്റെ അനിയത്തിയോട് ഞാൻ പറഞ്ഞു, ഞാൻ ഇങ്ങനെ ബാഗൊക്കെ പാക്ക് ചെയ്ത് വെക്കുന്ന കാര്യം നീ വീട്ടിൽ ആരോടും പറയരുത്, നമുക്ക് വൈകിട്ട് വരെ ഒരു സർപ്രൈസ് ഉണ്ട്. അപ്പോൾ അവൾക്കും അറിയില്ല, ആ സമയത്ത് അവൾ 6ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അപ്പം അവളും വലിയ കാര്യമായിട്ട് എടുത്തില്ല, അത് തിരിച്ചറിയാനുള്ളൊരു പ്രായം അവൾക്കും ആയിട്ടില്ലായിരിക്കാം. അങ്ങനെ ഞങ്ങൾ പള്ളിയിൽ പോയി മഠത്തിൽ ചെന്നു, സിസ്റ്റേഴ്സിനോടൊക്കെ സംസാരിച്ചു. അന്നേരം വീട്ടുകാർക്ക് ഒരു ഇതുമില്ല, ഒരു ഐഡിയയും ഇല്ല എന്താ എവിടെയാ. പപ്പ രാവിലെ വണ്ടിയിൽ പോയി, അമ്മ അടുത്തൊരു സ്കൂളിൽ പോകുന്നുണ്ട്. അപ്പം അമ്മ സ്കൂളിൽ പോയി. വീട്ടിൽ വല്യപ്പച്ചനും വല്യമ്മച്ചിയാണുള്ളത്. അപ്പം അവരോടൊന്നും ഞങ്ങൾ ഈ ഒരു കാര്യം പറയുന്നില്ല. അങ്ങനെ ഒരു വൈകുന്നേരമായപ്പം പൊങ്ങമൂട്ടിയിൽ നിന്ന് സിസ്റ്റേഴ്സ് വന്നു. അവരെയും കൂട്ടിക്കൊണ്ടാണ് ഞാൻ എൻ്റെ വീട്ടിലേക്ക് ചെല്ലുന്നത്. അപ്പം എനിക്കൊരു പേടിയുണ്ട്, വീട്ടിൽ ചെല്ലുമ്പോൾ പപ്പയും അമ്മയും എന്ത് പറയും അറിയില്ലല്ലോ. അങ്ങനെ ഞാൻ എൻ്റെ ആൻറ്റി സിസ്റ്ററിൻ്റെ ഫോണിൽ നിന്ന് എൻ്റെ അമ്മയെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, അമ്മ ഇങ്ങനെ സിസ്റ്ററൊക്കെ വീട്ടിൽ വരുന്നുണ്ട്, അവരിവിടെ മടത്തി വന്നപ്പം വെറുതെ നമ്മുടെ വീട്ടിലോട്ട് വരുന്ന എന്ന രീതിയിലാണ് ഞാൻ കാര്യം അവതരിപ്പിച്ചത്. അപ്പം സിസ്റ്റേഴ്സ്, അപ്പം അവിടെ മഠത്തിലുള്ള എൻ്റെ സിസ്റ്റേഴ്സും എന്നോടൊപ്പം അങ്ങനെ വീട്ടിലോട്ട് വന്നായിരുന്നു. അപ്പം വീട്ടിൽ വന്ന് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, പപ്പയമ്മ ഞാനിങ്ങനെ മഠത്തിൽ പോവാണ്, ദൈവവിളി ക്യാമ്പുണ്ട്, ഞാനൊന്ന് പോയിട്ട് വരാം. അന്നേരമാണ് അവരറിയുന്നത് ഞാനിങ്ങനെ പോകാൻ വേണ്ടിയിട്ട് ബാഗ് പാക്ക് ചെയ്ത്. അപ്പോഴത്തേനും എൻ്റെ അനുജത്തി എന്ന് ബാഗൊക്കെ എടുത്തോണ്ട് വന്നു. അപ്പം അവളുടെ വിചാരം ഞാൻ ചേച്ചി ടൂറ് പോവാ, അതുകൊണ്ട് ചേച്ചി പോട്ടെ, അപ്പം എനിക്കിവിടെ കുറച്ച് സ്വാതന്ത്ര്യം ഉണ്ടല്ലോ, രണ്ടുപേരും വഴക്കുണ്ടാക്കണ്ടായല്ലോ എന്നൊരു രീതിയിൽ അവൾ എന്നാൽ നീ പൊക്കോ എന്ന് പറഞ്ഞ് എന്നെ അങ്ങ് വിടാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പം എൻ്റെ ബാഗൊക്കെ എടുത്തോണ്ട് വരുന്നുണ്ട്. അപ്പം എൻ്റെ അമ്മയ്ക്കും പപ്പയ്ക്കും ഭയങ്കര സങ്കടമാണ്.
അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ ആഗ്രഹം എനിക്കൊരു സിസ്റ്റർ ആകണമെന്ന്. ഇതുവരെ എനിക്ക് അങ്ങനെ ആഗ്രഹമില്ലാന്ന്. പക്ഷെ ഇങ്ങനെ അമ്മയല്ല എന്നോട് പറഞ്ഞത് ജീവിതാന്തസ് തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടുള്ള വഴി പരിശുദ്ധ അമ്മയോട് ചോദിച്ച് കണ്ടെത്തണമെന്നൊക്കെ. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ എന്നോട് എൻ്റെ അമ്മ പറഞ്ഞ എനിക്കിങ്ങനെ വെളിപ്പെടുത്തി തന്നത്, എന്തുകൊണ്ട് നിനക്ക് എൻ്റെ മകൻ്റെ മണവാട്ടി ആയിക്കൂടാ എന്ന്. അപ്പം ആ ഈശോയുടെ മണവാട്ടി ആകാൻ എനിക്ക് ആഗ്രഹമുണ്ട്, ഞാൻ പൊയ്ക്കോട്ടെ എന്ന് ചോദിച്ചു. പൊയ്ക്കോട്ടെ എന്ന് ഞാൻ ചോദിച്ചപ്പം എൻ്റെ പപ്പയെ അമ്മയ്ക്ക് എന്താ പറയണ്ടേന്ന് അറിയത്തില്ല. അവര് കുറച്ച് സമയം നിശബ്ദരായിരുന്നു. പിന്നെ എൻ്റെ ഇഷ്ടം എന്തോ അതിന് ഇതുവരെ അവരൊരിക്കലും എതിര് പറഞ്ഞിട്ടില്ല. അപ്പം എന്നോട് പറഞ്ഞു, നിന്റെ ഇഷ്ടം അങ്ങനെയാണെങ്കിൽ പൊയ്ക്കോ, എപ്പോൾ വേണേലും നിനക്ക് തിരിച്ചു വരാം, ഞങ്ങൾ നിന്നെ ഒരിക്കലും നിർബന്ധിക്കുകയല്ല, നിന്റെ ഇഷ്ടം എന്താ അതാണ് ഞങ്ങളുടെ ഇഷ്ടം. അപ്പം ഞാനൊരു രാത്രി 9 മണി സമയത്താണ് വീട്ടിൽ നിന്ന് മഠത്തിലേക്ക് പോകാൻ ഇറങ്ങുന്നത്. രാത്രി സമയം 9 മണിയായപ്പോൾ ഞാൻ എൻ്റെ സിസ്റ്റേഴ്സിൻ്റെ കൂടെ മഠത്തിലിറങ്ങി. എൻ്റെ പപ്പയ്ക്ക് അന്നേരം കരച്ചിൽ അടക്കാൻ പറ്റുന്നില്ല. കാരണം വളരെ പ്രതീക്ഷയോടുകൂടിയാണ് പപ്പ ഇങ്ങനെ കരുതി എൻ്റെ കൊച്ച് IAS ആവും, നമ്മുടെ അങ്ങനെ നല്ലൊരു ജോലി വാങ്ങിച്ച് നമ്മുടെ കഷ്ടപ്പാടുകളൊക്കെ മാറും, അങ്ങനെ ഒരു രീതിയിലായിരുന്നു എൻ്റെ പപ്പയുടെ ആ മനസ്സിലെ ചിന്തകളും ആഗ്രഹങ്ങളും. പക്ഷെ അതിനെ നേരെ വിപരീതമായിട്ടാണ് ഇന്ത്യയിൽ നിന്ന് പപ്പയ്ക്ക് ഒരു മറുപടി ലഭിച്ചത്. എന്നാലും പപ്പ തളർന്നില്ല. പപ്പ എൻ്റെ ഇഷ്ടം എന്തോ അത്, എൻ്റെ ഇഷ്ടം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഇഷ്ടമാണല്ലോ, ദൈവം എന്നിലൂടെ പ്രവർത്തിക്കുന്നു. ഒരു കുടുംബത്തിൽ നിന്ന് ഒരു ദൈവവിളി കിട്ടുക എന്നത് വളരെ അനുഗ്രഹമായ ഒരു കാര്യമായിട്ട് എൻ്റെ പപ്പ കാണുന്നത്. കാരണം എൻ്റെ പപ്പയാണെങ്കിലും അമ്മയാണെങ്കിലും പള്ളിയോട്, ഇടവക പള്ളിയോട് വളരെ ചേർന്ന് നിൽക്കുന്ന, പള്ളിയിൽ എന്ത് കാര്യം ഉണ്ടെങ്കിലും അവരാ ഏറ്റവും കൂടുതൽ മുന്നിട്ട് നിൽക്കുന്നത്. സാമ്പത്തികമായിട്ട് സഹായിക്കാൻ പറ്റിയില്ലെങ്കിലും ശാരീരികമായിട്ട് അവരുടെ ആരോഗ്യം എല്ലാം അവർ പള്ളിക്ക് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇപ്പം ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രയാസമോ ബുദ്ധിമുട്ടോ സങ്കടങ്ങളോ ഉണ്ടായാൽ ഒരു വിശുദ്ധ കുർബാന ചൊല്ലിച്ചു കഴിയുമ്പോഴത്തേന് ആ ഒരു ദുഃഖവും വേദനയും പ്രയാസമെല്ലാം അവരിൽ നിന്ന് മാറും. അത്രയ്ക്ക് വിശ്വാസവും അത്രയ്ക്ക് പള്ളിയോടായാലും വൈദികരോടായാലും സിസ്റ്റേഴ്സിനോടായാലും വളരെ അടുത്ത് നിൽക്കുന്ന ഒരു മാതാപിതാക്കളെയാണ് എൻ്റെ ദൈവം എനിക്ക് സമ്മാനമായിട്ട് നൽകിയിരിക്കുന്നത്. തീർച്ചയായും സിസ്റ്റർ, അപ്പോൾ അങ്ങനെ സിസ്റ്റർ ആ ദൈവവിളി തിരിച്ചറിഞ്ഞ് കർത്താവിന് വേണ്ടി സിസ്റ്റർ അത്രയും പ്രിയപ്പെട്ട പാരൻസിനെയും സഹോദരിയൊക്കെ ഉപേക്ഷിച്ച് സിസ്റ്റർ വീട് വിട്ട് ഇറങ്ങി. ആ രാത്രി 9 മണി നേരത്താണ് സിസ്റ്റർ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നതെന്ന് പറഞ്ഞു. സിസ്റ്ററുടെ സന്യാസ ജീവിതം ആരംഭിച്ചു എങ്കിലും ഒരിക്കലും അതൊരു സുഗമകരമായ ജീവിതം ആയിരുന്നില്ല. വളരെയധികം ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായിരുന്നു, മുള്ളുകൾ നിറഞ്ഞ ജീവിതമായിരുന്നു അത്. അതുകൊണ്ട് തന്നെ സിസ്റ്റർക്ക് ഒരു ഘട്ടത്തിൽ ആ സന്യാസ വിളി യാഥാർത്ഥ്യമാണോ എന്ന സംശയത്തോടെ സിസ്റ്റർക്ക് തിരിച്ചു വരേണ്ട സാഹചര്യം വരെ ഉണ്ടായി. എന്നിട്ടും വീണ്ടും സിസ്റ്റർ ഇപ്പോൾ ഉടുപ്പിട്ട് ആ സന്യാസ സമൂഹത്തിലെ ഒരു സന്യാസിനിയായി ഞങ്ങളുടെ മുമ്പിൽ നിൽക്കുകയാണ്. അപ്പോൾ അതെന്തായിരുന്നു ആ ഒരു ഘട്ടങ്ങളൊക്കെ? ഞാൻ 7ാം മാസത്തിലുണ്ടായ ഒരു കുട്ടിയാണ്. എൻ്റെ അമ്മയുടെ ഗർഭപാത്രത്തിന് കട്ടിക്കുറവുണ്ടായിരുന്നു. അങ്ങനെ ബ്ലീഡിങ് ആയിരുന്നു അമ്മയ്ക്ക്. അങ്ങനെ എമർജൻസി ആയിട്ട് എന്നെ സിസേറിയനിലൂടെയാണ് പുറത്തെടുത്തത്. അതുമാത്രമല്ല, ഞാൻ 2ാം വയസ്സ് മുതലാണ് നടക്കാൻ തുടങ്ങിയത്. അത്രയും നാൾ ഞാൻ നടക്കത്തില്ലായിരുന്നു. എല്ലാം ദൈവത്തിൻ്റെ വലിയൊരു കയ്യൊപ്പ് എന്നിൽ പതിഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ്. കാരണം പപ്പയും അമ്മയും ഒത്തിരി പ്രാർത്ഥിച്ച് ആഗ്രഹിച്ച് കിട്ടിയ കുട്ടിയാണ്. കാരണം ഞാനുണ്ടാകുന്നതിന് മുമ്പ് അമ്മയ്ക്ക് ഒരു കുഞ്ഞുണ്ടായിരുന്നു, അത് അബോർഷനായിപ്പോയി. അങ്ങനെ വളരെ വിഷമിച്ചിരുന്നൊരു ഘട്ടത്തിലാണ് ഈശോ എന്നെ അവർക്ക് നൽകുന്നത്. അപ്പം അതും ഇങ്ങനെ അബോർഷനായി പോകും എന്നൊരു ഘട്ടത്തിൽ വന്നപ്പോഴത്തേന് അവർക്കത് താങ്ങാൻ സാധിച്ചില്ല. അപ്പം ഡോക്ടർ പറഞ്ഞൊരു കാര്യമാണ്, ഒന്നെങ്കിൽ അമ്മ അല്ലെങ്കിൽ കുഞ്ഞ്, ഇതിൽ ആരെ വേണം അത് നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാമെന്ന് എൻ്റെ പപ്പയോട് പറഞ്ഞു. അപ്പം പപ്പ പറഞ്ഞു, എനിക്ക് 2 പേരെയും വേണം, എൻ്റെ അമ്മ പരിശുദ്ധ അമ്മ എനിക്ക് 2 പേരെയും തരും. പപ്പ ആ ഒരു ഉറച്ച വിശ്വാസത്തിൽ നിന്നുകൊണ്ട് പറഞ്ഞു, 2 പേരെ എനിക്ക് വേണം, എനിക്ക് വേറെ ഒന്നും നോക്കാനില്ല, എത്ര പൈസ വേണേലും ഞാൻ എങ്ങനെയാണെങ്കിലും ഞാൻ അത് ചിലവാക്കിക്കോളാം, കഷ്ടപ്പെട്ടാണെങ്കിലും ഞാൻ അത് കണ്ടുപിടിച്ചോളാം, 2 പേരെയും വേണം. അങ്ങനെ പപ്പ കുർബാനയൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് അങ്ങനെ കിട്ടിയൊരു കുട്ടിയാണ് ഞാൻ. പിന്നെ ഞാൻ നടക്കുന്നത് എന്ന് പറയുന്നത് അതും വലിയൊരു അത്ഭുതമാണ്. ഞങ്ങൾ എല്ലാ വർഷവും മലയാറ്റൂർ തീർത്ഥാടന യാത്ര പോകും. അങ്ങനെ പപ്പായും പപ്പയുടെ കുറച്ച് കൂട്ടുകാരും കൂടി ചേർന്നാണ് തീർത്ഥാടന യാത്രയ്ക്ക് വേണ്ടുന്ന ക്രമീകരണങ്ങളൊക്കെ നടത്തുന്നത്. അങ്ങനെ എനിക്ക് 2 വയസ്സായ സമയത്ത് ഞങ്ങളിങ്ങനെ തീർത്ഥാടനത്തിന് പോയ സമയത്ത് അടിമാലി അവിടെ ഒരു പുഴയുടെ അടുത്ത് അവിടെ ഇറങ്ങി ഞങ്ങൾ കുളിച്ചിട്ടാണ് മല കയറുന്നത്. അപ്പം അവിടെ എല്ലാവരും കൂടെ കൂടിയിരുന്നു. അപ്പം അമ്മ എന്നെ പപ്പായുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് അമ്മയും ബാക്കി ആൻറ്റിമാരും കസിൻസൊക്കെ കുളിക്കാൻ വേണ്ടിയിട്ട് പോയി. അപ്പം
പപ്പായും എൻ്റെ ആംഗ്ലുമാരും പിന്നെ കൂട്ടുകാരെല്ലാം കൂടി അവിടെ കൂടിയിരുന്ന് പൈസ എണ്ണി തിട്ടപ്പെടുത്താന്ന്, വണ്ടിക്ക് കൊടുക്കേണ്ട പൈസ അങ്ങനെ. അപ്പം ഞാൻ പപ്പയുടെ മടിയിലായിരിക്കുന്നത്. അപ്പം ഇവരിങ്ങനെ പൈസ എണ്ണി തിട്ടപ്പെടുത്തുന്നതിൻ്റെ ഇടയിൽ ഞാൻ എപ്പോഴാണ് പോയെന്നൊന്നും പപ്പയ്ക്ക് അറിയത്തില്ല. അങ്ങനെ അമ്മ വന്ന് നോക്കുമ്പോൾ എന്നെ കാണാനില്ല. അപ്പം പപ്പയോട് ചോദിച്ചു, കുഞ്ഞെന്തിയെ? അന്നേരം പപ്പ അറിയുന്നത് ഞാൻ പപ്പയുടെ മടിയിലില്ല എന്ന്. അങ്ങനെ അവർ ആകെ വിഷമിച്ച്, കാരണം നടക്കാത്ത കുഞ്ഞ് ഒരിക്കലും എഴുന്നേറ്റ് പോവുകയല്ലല്ലോ, പിന്നെ ആരെങ്കിലും ഇനി തട്ടിക്കൊണ്ട് പോകാൻ. അപ്പം പിള്ളേരെ പിടുത്തക്കാർ ഉള്ള സമയമാണെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് കൂടെ കൊണ്ടുവന്നിട്ടുള്ള കുട്ടികളെ എല്ലാവരും ശ്രദ്ധിക്കണമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അനൗൺസ്മെന്റ് ഒക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പം ഇവർക്ക് ഭയങ്കര പേടിയായിട്ട് ഇവരെല്ലാവരും അന്വേഷിക്കുകയും അങ്ങനെ ഭയങ്കര ബഹളം. അങ്ങനെ നോക്കുമ്പോഴാണ് ഞാൻ എന്നെപ്പോലെ തന്നെ നടക്കാൻ പറ്റാതിരുന്ന ഒരു കുട്ടിയെ പിടിച്ചുകൊണ്ട് പുഴയിലോട്ട് ഇറങ്ങുന്ന കാഴ്ച അവർ കണ്ട്. അന്നേരം അവർക്കുണ്ടായ സന്തോഷം വളരെ. അത് എന്നോട് പറയുമ്പോൾ ഞാൻ പറയും, ഓ ചുമ്മാ ഞാൻ നടക്കത്തില്ല എന്നൊക്കെ നിങ്ങൾ പറഞ്ഞാൽ അത് എങ്ങനെയാ, പിന്നെ എനിക്കിങ്ങനെ സംഭവിച്ചു. അപ്പം അവർ പറഞ്ഞത് അത് മുത്തപ്പൻ നടത്തിയ ഇതാണെന്ന് ആ ഒരു വിശ്വാസമാണ്. അങ്ങനെ ദൈവത്തിൻ്റെ വലിയൊരു കൃപ എനിക്ക് കിട്ടി. അങ്ങനെ ഞാൻ നടന്നു. പിന്നെ ഞാൻ മടത്തി വരുന്ന ആ വർഷം വരെ, എൻ്റെ 15ാമത്തെ വയസ്സിലാണ് ഞാൻ മടത്തി വരുന്നത്. 10ാം ക്ലാസ് കഴിഞ്ഞു. 2012 മെയ് 23-ാം തീയതിയാണ് ഞാൻ മഠത്തിലേക്ക് വരുന്നത്. മാർച്ച് 16-ാം തീയതി ആയിരുന്നു എനിക്ക് 15 വയസ്സ് തുടങ്ങിയത്. ആ സമയത്ത് ഞാൻ മടത്തി വരുന്നു. അത്രയും വർഷം ഞാൻ എല്ലാ വർഷവും മുടങ്ങാതെ മലയാറ്റൂർ പോകുമായിരുന്നു. പിന്നെ വള്ളാർപ്പാട് അമ്മയ്ക്ക് എന്നെ എൻ്റെ അനുജത്തിയെ അടിമ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം എല്ലാ പ്രാവശ്യവും അവിടെ പോകുമ്പോൾ ഞാൻ എൻ്റെ സ്വന്തം കൈ കൊണ്ട് ഈർക്കിൽ ചീവി 2 കെട്ട് ചൂല ഞാൻ അവിടെ കൊണ്ടു കൊടുക്കുമായിരുന്നു. അവിടെ നിയോഗം വെച്ച്. അങ്ങനെ പരിശുദ്ധ അമ്മയുടെ വലിയ കൃപ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ മാതാപിതാക്കളുടെ പ്രാർത്ഥന, അവരുടെ ജീവിതമാണ് ഈശോയോടുള്ള വിശ്വാസം, പരിശുദ്ധ അമ്മയോടുള്ള വിശ്വാസം, യൗസേപ്പ് പിതാവിനോടുള്ള വിശ്വാസം, പിന്നെ ഞങ്ങളുടെ മാറിവാനിയോസ് പിതാവിനോടുള്ള വിശ്വാസം. അതൊക്കെയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. കാരണം ഞാനിങ്ങനെ നടക്കാത്ത ഒരു അവസ്ഥയിൽ അവർക്ക് ഭയങ്കര സങ്കടമായിരുന്നു. കാരണം ഒരു പെൺകുട്ടിയാണ്, നടക്കുന്നില്ല. അങ്ങനെ ഒത്തിരി കുടുംബത്തിൽ നിന്നായാലും അടുത്തുള്ള അയൽവാസികളിൽ നിന്നായാലും ഒത്തിരി കുറ്റപ്പെടുത്തലുകളും ഒക്കെ എൻ്റെ മാതാപിതാക്കൾക്ക് കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പം അവർ ജൂലൈ 15-ാം തീയതിയാണ് മാറിവാനിയോസ് ഡേ. മലങ്കര സഭയുടെ പുനരൈക്യ ശില്പിയും സ്ഥാപകനുമായ മാറിവാനിയോസ് പിതാവിൻ്റെ കബറിങ്കിലേക്ക് പത്തനംതിട്ട പെരുന്നാടിൽ നിന്ന് എല്ലാ വർഷവും പദയാത്ര നടക്കാറുണ്ട്. അപ്പം എൻ്റെ പപ്പായും അമ്മയും വളരെ ത്യാഗം സഹിച്ച ആ പദയാത്രയിൽ പങ്കെടുക്കുന്ന വ്യക്തികളാണ്. അപ്പം അവരുടെ ത്യാഗവും പ്രാർത്ഥനയും ഒന്നുമാണ് എൻ്റെ ഈ ദൈവവിളിയുടെ ശക്തി. എനിക്കൊത്തിരി ശാരീരികമായ അസ്വസ്ഥതകൾ ചെറുപ്പത്തിലുണ്ടായിരുന്നു. പിന്നെ അതെല്ലാം മാറി ഞാൻ മഠത്തിലെത്തി. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എൻ്റെ റീജൻസി പ്രൊവിൻഷ്യൽ ഹൗസിലായിരുന്നു. അപ്പോൾ എനിക്ക് ഡെങ്കിപ്പനി വന്നു. അങ്ങനെ കൗണ്ടൊക്കെ കുറഞ്ഞു. ഞങ്ങളുടെ തന്നെ അഞ്ചൽ സെൻറ്റ് ജോസഫ് ഹോസ്പിറ്റലിൽ ഞാൻ ചികിത്സയിലായിരുന്നു. അങ്ങനെ എൻ്റെ 1 മാസത്തോളം എനിക്ക് റെസ്റ്റ് എടുക്കേണ്ടി വന്നു. അങ്ങനെ തിരിച്ച് ഞാൻ വീണ്ടും പ്രൊവിൻഷ്യൽ ഹൗസിലേക്ക് വന്നു. ആ സമയത്ത് എനിക്ക് കൈക്കിടയ്ക്ക് വിറയലൊക്കെ ഉണ്ടാവും. എന്തെങ്കിലും സാധനം കയ്യിരിക്കുകയാണ്. ഇപ്പം നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് എൻ്റെ കൈ ഇങ്ങനെ വിറയ്ക്കും. അപ്പം എൻ്റെ കയ്യിലിരിക്കുന്ന സാധനം താഴെപ്പോകും, ഞാൻ പോലും അറിയത്തില്ല. അങ്ങനെ ഞങ്ങളുടെ സമൂഹ സ്ഥാപകൻ മോൺസിഞ്ഞോർ ജോസഫ് കുഴിഞ്ഞാലിൽ അച്ഛൻ്റെ ഓർമ്മയോടനുബന്ധിച്ച് ഞങ്ങളുടെ മാതൃഭവനമായ മാർത്താണ്ഡം സെൻറ്റ് ജോസഫ് പ്രൊവിൻസിൽ ഞങ്ങൾ ഇങ്ങനെ ഒരു പ്രോഗ്രാം അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് പോകുന്ന സമയം എല്ലാം പഠിച്ച് ഞങ്ങൾ ഒരു ഡാൻസാണ് പ്രാക്ടീസ് ചെയ്തിരുന്നത് അവിടെ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതെല്ലാം പ്രാക്ടീസ് ചെയ്ത് ഇങ്ങനെ ഇരുന്ന സമയത്ത് പെട്ടെന്ന് പോകാനുള്ള സമയമായി. ഞങ്ങളെല്ലാം ബാഗെല്ലാം എടുത്ത് ഇങ്ങനെ വണ്ടിയിലോട്ട് വെക്കുന്ന സമയത്ത് എൻ്റെ കൈ പെട്ടെന്ന് വിറച്ച് ഞാനിങ്ങനെ മുട്ടുകുത്തി ഇങ്ങനെ ഇരുന്നു. അപ്പം എന്നോടും എൻ്റെ മദർ പ്രൊവിൻഷ്യൽ പറഞ്ഞു, കൊച്ചിന് എന്തോ വയ്യാഴിക ഉണ്ടെന്ന് തോന്നുന്നു. അന്ന് സാരമില്ല, കൊച്ചു വരണ്ട, ഇവിടെ ഇരുന്നോ, ഞങ്ങൾ പോയിട്ട് വരാം, പ്രാർത്ഥിച്ചാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഇത് ഉണ്ടായി. അതിനുശേഷം എൻ്റെ ഡെങ്കിയുടെ വിശ്രമ സമയമൊക്കെ കഴിഞ്ഞ് പാങ്ങോട് OCD അച്ഛന്മാർ നടത്തുന്ന ആശ്രമത്തിൽ ഒരു കൺവെൻഷൻ സെൻറ്റർ പുതിയതായിട്ട് സ്ഥാപിച്ചു. അപ്പം ബെൻസിഗർ പിതാവിൻ്റെ ഓർമ്മയോടനുബന്ധിച്ച് അവിടെ ഒരു നാടകം നടത്തുന്നുണ്ട്. അപ്പം എനിക്ക് നാടകമൊക്കെ കാണുന്നതൊക്കെ ഭയങ്കര താല്പര്യമുള്ള കൂട്ടത്തിൽ. അപ്പം ഞാൻ അന്നത്തെ മദർ പ്രൊവിൻഷ്യലായിരുന്ന
മദർ ലില്ലി തോമസിനോട് ചോദിച്ചു, മദർ ഇങ്ങനെ നാടകം നടക്കുന്നുണ്ട്, അപ്പം ഒന്ന് കാണാൻ പോയാൽ നല്ലതായിരുന്നു, വിടുവോന്ന് ചോദിച്ചു. അപ്പം മദർ പറഞ്ഞു, എന്നാൽ പൊക്കോ, കൗൺസിലർ ആയിരുന്ന സിസ്റ്റർ റെജീന ഉണ്ട്, അപ്പം നിങ്ങൾ ആരൊക്കെയാണ് പോകുന്നതെന്ന് വെച്ചാൽ അവരുടെ കൂടെ പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഞാനും എൻ്റെ ആസ്പിറൻസി മിസ്ട്രസ് ആയ സിസ്റ്റർ കാരുണ്യ, സിസ്റ്റർ ഇസബൽ, സിസ്റ്റർ ജോൺസി, അങ്ങനെ 2-3 സിസ്റ്റേഴ്സ് ഞങ്ങൾ നാടകം കാണാൻ പോയി. അവിടെ ചെന്ന് നാടകമൊക്കെ തുടങ്ങി. ഞങ്ങൾ അവിടെ ഒരു AC റൂമായിരുന്നു. അപ്പം AC റൂമിൽ നിന്ന് പുറത്തിറങ്ങിയാൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് റെഫക്ടറിയിലേക്ക് പോവുകയായിരുന്നു. അപ്പം ഭക്ഷണം എടുത്ത് ഞാൻ ഇങ്ങോട്ട് തിരിയുകയും പെട്ടെന്ന് എൻ്റെ കയ്യിലിരുന്ന ഭക്ഷണ സാധനങ്ങൾ തെറിച്ച് എൻ്റെ അടുത്തിരുന്ന സിസ്റ്റേഴ്സിൻ്റെ ദേഹത്തോട്ട് വീണു. അവർ പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് ഡ്രസ്സൊക്കെ ഇങ്ങനെ തുടച്ചപ്പോഴത്തേന് ഞാൻ പെട്ടെന്ന്, എനിക്കറിയില്ല, നിന്ന നിപ്പിലാണ് എൻ്റെ കയ്യിൽ നിന്ന് അത് തെറിച്ചു പോകുന്നത്. അപ്പം അവർ വിചാരിച്ചു പെട്ടെന്ന് എങ്ങാനും തട്ടിയപ്പോൾ എല്ലാം പോയതായിരിക്കും ചോദിച്ചു. എന്നോട് പറഞ്ഞു, എന്താ ശ്രദ്ധിക്കേണ്ടതെന്നൊക്കെ ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, സിസ്റ്റർ ഞാൻ അറിഞ്ഞുകൊണ്ടല്ല, എൻ്റെ കൈ പെട്ടെന്ന് ഇങ്ങനെ ആയതാ. അപ്പം പിന്നെ സാരമില്ല, എന്നാൽ നമുക്ക് രണ്ടാമത് എടുക്കാമെന്നും പറഞ്ഞു രണ്ടാമതും പോയി ഭക്ഷണം എടുത്തു. ആ ഭക്ഷണം എടുത്ത് തിരിച്ചു വന്ന് ഇരുന്നു. ഞാൻ സീറ്റ് വന്നിരുന്നു. പെട്ടെന്ന് വീണ്ടും എൻ്റെ കൈ ഇങ്ങനെ. അപ്പോഴത്തേനും സിസ്റ്റേഴ്സിന് എന്തോ സംശയം, എന്താ കൊച്ചിന് എന്നാ പറ്റിയ, ഇനിയും പനിയുടെ ഒക്കെ ക്ഷീണമൊക്കെ കഴിഞ്ഞ് പുറത്തോട്ട് ഇറങ്ങിയ ആദ്യത്തെ ദിവസം, ഇനി അതിൻ്റെ വല്ലതാണോ, ഇനി AC തണുപ്പടിച്ചിട്ടാണോ എന്നറിയില്ല. പിന്നെ ഞങ്ങൾ നാടൊന്നും ഫുള്ള് തീരാൻ നിന്നില്ല, തിരിച്ച് ഞങ്ങളുടെ മഠത്തിലേക്ക് വന്നു. അപ്പം മദർ പ്രൊവിൻഷ്യലിനോട് സിസ്റ്റേഴ്സ് കാര്യം സൂചിപ്പിച്ചു. അങ്ങനെ അഞ്ചലിലുള്ള ഞങ്ങളുടെ സെൻറ്റ് ജോസഫ് ഹോസ്പിറ്റലിലെ നഴ്സിംഗ് സൂപ്രണ്ടായ സിസ്റ്റർ ആഗ്നസ്, സിസ്റ്റർ പറഞ്ഞിട്ട് ഒരു ന്യൂറോ സർജനെ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അവിടെ തിരുവനന്തപുരം തന്നെയുള്ള അനുഗ്രഹ ന്യൂറോ കെയറിലെ ഡോക്ടർ റോബർട്ട് മാത്യുവിനെയാണ് എനിക്ക് സജസ്റ്റ് ചെയ്ത് തന്നത്. അപ്പം അങ്ങനെ ഞാൻ ഡോക്ടറിൻ്റെ അടുത്ത് നിന്ന് EG സ്കാനൊക്കെ ചെയ്തപ്പോൾ എൻ്റെ ഞരമ്പിൽ ചെറിയൊരു വേരിയേഷൻ കാണുന്നുണ്ട്, ഇതിൽ എപ്പിലെപ്സിയുടെ സിംറ്റംസ് ആണ് അങ്ങനെ പറഞ്ഞു. അത് എന്നോട് ചോദിച്ചു, കുടുംബത്തിൽ ആർക്കെങ്കിലും അങ്ങനെ ഉണ്ടോ? ഇതുവരെ എൻ്റെ അറിവിൽ അങ്ങനെ ആർക്കും വന്നിട്ടില്ല. അപ്പോൾ പറഞ്ഞു, ചിലപ്പം ഈ ഡെങ്കി വന്നത് കാരണം കൗണ്ടൊക്കെ കുറഞ്ഞത് കൊണ്ട് അങ്ങനെ വന്നതാവാം എന്നൊക്കെ എന്നോട് ഇങ്ങനെ പറഞ്ഞു. അങ്ങനെ എന്നോട് പറഞ്ഞു, 1 വർഷം മെഡിസിൻ എടുത്ത് നോക്കുക, ചിലപ്പോൾ അത് കുറയാൻ സാധ്യതയുണ്ട്, കുറഞ്ഞില്ലെങ്കിൽ നമുക്ക് വീണ്ടും മരുന്ന് കണ്ടിന്യൂ ചെയ്യണമെന്ന്. അങ്ങനെ ഞാൻ മരുന്ന് സ്റ്റാർട്ട് ചെയ്തു. വീണ്ടും രണ്ടാമത് ഞാൻ ചെക്കപ്പിന് ചെന്നു. അപ്പോഴും അതിനൊരു മാറ്റവും ഇല്ല, അങ്ങനെ തന്നെ തുടർന്നുകൊണ്ടിരിക്കുക. ഇങ്ങനെ എപ്പിലെപ്സി ഉള്ള ഒരു വ്യക്തിയെ സമൂഹത്തിൽ എടുക്കുകയല്ല, അങ്ങനെ ഒരു നിയമമുണ്ട് ഞങ്ങൾക്ക്. അപ്പം എല്ലാവർക്കും എന്നെ പറഞ്ഞു വിടാൻ ഒരു ബുദ്ധിമുട്ട്, കാരണം ഞാൻ വളരെ ആഗ്രഹിച്ച് വളരെ കഷ്ടപ്പെട്ട് വീട്ടിൽ വഴക്കുണ്ടാക്കി വന്ന ഒരു വ്യക്തിയാണ്. ഞാൻ മടത്തി വന്നത് കാരണം എൻ്റെ അമ്മയുടെയും പപ്പായുടെയും വീട്ടുകാർ വളരെ മോശമായിട്ട് എൻ്റെ മാതാപിതാക്കളെ കുറിച്ച് സംസാരിക്കുക, എന്നെക്കുറിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം അവർക്കൊന്നും ഒട്ടും താല്പര്യമില്ല, കാരണം അവരുടെ എല്ലാം ഒരു കാഴ്ചപ്പാടിൽ ഞാൻ അത്യാവശ്യം നന്നായി പഠിക്കുന്ന ഒരു കുട്ടിയായതുകൊണ്ട് പഠിച്ച് നല്ലൊരു നിലയിലെത്തി എൻ്റെ കുടുംബത്തിനൊരു അത്താണിയാകുമെന്നാണ് അവർ പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ അതിനെല്ലാം വിപരീതമായിട്ടാണ് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത്. അപ്പം എനിക്കിങ്ങനെ ഒരു അസുഖം വന്ന്, അപ്പം എൻ്റെ സിസ്റ്റേഴ്സിനാണെങ്കിലും ഭയങ്കര ബുദ്ധിമുട്ട്, എന്നോട് എങ്ങനെയാണ് പറയുന്നത്, ഇങ്ങനെയുള്ളവരെ എടുക്കാൻ പറ്റുകയില്ല, തിരിച്ച് പറഞ്ഞു വിടണം. അപ്പോൾ ആകെ ഒരു വല്ലാത്തൊരവസ്ഥയിലാണ്. അങ്ങനെ എന്തായാലും ഇങ്ങനെ ഒരു അസുഖമുള്ളൊരു കുട്ടിയെ സമൂഹത്തിൽ നിർത്താൻ പറ്റില്ല എന്നൊരു തീരുമാനത്തിലേക്ക് അവരെത്തി. പിന്നെ എൻ്റെ ഒരു അവസ്ഥ കണ്ട് അവർ എന്നെ ഞങ്ങളുടെ അഞ്ചൽ തന്നെയുള്ള സെൻറ്റ് ജോൺസ് കോളേജിൽ എക്കണോമിക്സ് പഠിക്കാൻ വേണ്ടിയിട്ട് അവിടെ മടത്തി കൊണ്ടുപോയി നിർത്തി. അപ്പം എനിക്ക് ഭയങ്കര സങ്കടമാണ്. അത് പ്രീ നോവിഷ്യേറ്റ് കഴിഞ്ഞ് നോവിഷ്യേറ്റിലോട്ട് കയറുന്ന ആ ഒരു സമയത്തായിരുന്നു. അപ്പം എൻ്റെ ബാച്ചിലുള്ള എല്ലാവരും 20 days പ്രയറിന് പോയി. ഞാൻ മാത്രം ഇങ്ങനെ എന്നോട് പറഞ്ഞു, ഇപ്പം വീട്ടിലോട്ട് പൊക്കോ, ഞങ്ങൾ തിരിച്ചു വിളിക്കാം, അന്നേരം വന്നാൽ മതി എന്ന് പറഞ്ഞിട്ടാണ് എന്നെ വീട്ടിലേക്ക് അവധിക്ക് വിടുന്നത്. അപ്പം അല്ലാതെ എന്നോട് നേരിട്ട് പറഞ്ഞില്ല, ഇനി മഠത്തിലോട്ട് വരണ്ട, ഞങ്ങൾക്ക് ഇവിടെ നിർത്താൻ ബുദ്ധിമുട്ടുണ്ട്, അങ്ങനെയൊന്നും എന്നോട് പറയുന്നില്ല. എൻ്റെ പപ്പയോടും അമ്മയോടും സിസ്റ്റേഴ്സ് ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു, അതൊന്നും ഞാൻ അറിയുന്നില്ല. അപ്പം ഈ ഒരു കാര്യം പിന്നെയാണ് ഞാൻ അറിഞ്ഞത്. അപ്പം എനിക്കത് ഭയങ്കര വിഷമമായി. ഞാൻ അങ്ങനെ അഞ്ചല് മടത്തി വന്നു. അപ്പം എനിക്ക് ചികിത്സയും അവിടെ നിന്ന് ഹോസ്പിറ്റലിൽ നിന്ന് എടുക്കാം, അതോടൊപ്പം എൻ്റെ പഠനവും മുന്നോട്ട് കൊണ്ടുപോകാം എന്നൊരു രീതിയിലായിരുന്നു. അപ്പോൾ എനിക്ക് ഒട്ടും അതിനോട് അഡ്ജസ്റ്റ് ആവാൻ പറ്റിയില്ല. ഞാൻ ഭയങ്കര സങ്കടത്തിലായി. കാരണം ആഗ്രഹിച്ച് കൊതിച്ച് ഈശോയുടെ മണവാട്ടിയാകാൻ എൻ്റെ സ്വപ്നങ്ങളും എൻ്റെ ഇഷ്ടങ്ങളും എല്ലാം ത്യജിച്ച് വന്ന എനിക്ക് ഈശോയുടെ മണവാട്ടിയാകാൻ ആ
സമൂഹത്തിലെ മേരിമക്കൾ സമൂഹത്തിലെ അമ്മയുടെ ഒരു മകളായിട്ട് ജീവിക്കാൻ എനിക്ക് പറ്റില്ലല്ലോ എന്നോർത്തപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. എനിക്ക് അവിടെ എന്നെ ആശ്വസിപ്പിക്കുകയും എന്നെ ശക്തിപ്പെടുത്തുകയും ചെയ്തത് അവിടെ ഒരു നിത്യാരാധന ചാപ്പലുണ്ട്. അവിടെ ആ ചാപ്പലിൽ ഞാൻ ചെന്ന് മുട്ടുകുത്തുന്നത് മാത്രമേ എനിക്കറിയൂ. പിന്നെ എനിക്കൊന്നും പറയാനില്ല. എൻ്റെ കണ്ണിൽ കൂടെ കണ്ണുനീർ തുള്ളികൾ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക. ഞാൻ ആ ചാപ്പലിൽ ചെന്നാൽ ഇപ്പോഴും എനിക്കത് പറയുമ്പോൾ ഭയങ്കര സങ്കടമാണ്. ആ ചാപ്പലിൽ എൻ്റെ കരച്ചിലുകൾ, എൻ്റെ ഏങ്ങലടികൾ ഇപ്പോഴും ഇങ്ങനെ ഉയർന്നു കേൾക്കുന്നതായിട്ട് എനിക്ക് ഇപ്പം ചെല്ലുമ്പോഴും ആ ചാപ്പലിൽ ഞാൻ വിസിറ്റ് ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നത് ആ ദിവ്യകാരുണ്യത്തോടുള്ള ഭക്തി, ആ ഒരു പിന്നെ എനിക്ക് വേണ്ടിയിട്ട് എൻ്റെ സിസ്റ്റേഴ്സ് ഒത്തിരി പേര് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. പിന്നെ എൻ്റെ പപ്പയും അമ്മയും ഒത്തിരി ത്യാഗം ചെയ്ത് അവരും പ്രാർത്ഥിച്ചു. പിന്നെ എൻ്റെ ഇടവക വികാരി ഫാദർ ലിജോ, ഇപ്പം അച്ഛൻ അമേരിക്കയിലാണ്. അച്ഛന് എനിക്ക് വേണ്ടിയിട്ട് വിശുദ്ധ കുർബാനകൾ അർപ്പിക്കുന്നുണ്ടായിരുന്നു. എൻ്റെ ഇടവകപ്പള്ളിയിൽ വരുന്ന സിസ്റ്റേഴ്സ്, എൻ്റെ വീടിനടുത്തുള്ള കാർമല മഠത്തിലെ സിസ്റ്റേഴ്സ്, റീസ മാത്യു സിസ്റ്ററും മേരി ജോ സിസ്റ്ററും, അങ്ങനെ കുറേ സിസ്റ്റേഴ്സ് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, എൻ്റെ വീട്ടിൽ വന്ന് പപ്പയും അമ്മയെ ആശ്വസിപ്പിക്കുകയൊക്കെ ചെയ്തു. അതുപോലെ തന്നെ പൊങ്ങമൂട്ടിലാണെങ്കിലും കുറേ സിസ്റ്റേഴ്സ് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒത്തിരി അച്ഛന്മാർ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. പിന്നെ എൻ്റെ ഇടവകയിലെ സഹോദരങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അങ്ങനെ ഒത്തിരി പേരുടെ പ്രാർത്ഥന ആണ് എൻ്റെ ദൈവവിളിയുടെ ശക്തി. പിന്നെ എല്ലാ ആദ്യ ശനിയാഴ്ചകളിലും അണക്കരയിൽ നൈറ്റ് വിജിലിന് എൻ്റെ പപ്പായും അമ്മയും പോകുമായിരുന്നു. അത് അവരെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് എൻ്റെ മഠത്തിലെ സിസ്റ്റർ റീസ മാത്യു സിസ്റ്ററാണ്. അപ്പം അങ്ങനെ ഒത്തിരി പ്രാർത്ഥനകളിലൂടെയൊക്കെയാണ് തിരിച്ചു വീണ്ടും വളരെ അപ്രതീക്ഷിതമായിട്ടാണ് ഞാൻ വീണ്ടും മഠത്തിലേക്ക് തിരിച്ചു വരുന്നത്. അങ്ങനെ 1 മാസത്തോളം അഞ്ജലി നിന്നു. അപ്പോൾ അവിടെ ഇടയ്ക്ക് മദർ വിസിറ്റിന് വരും. മദർ മേഴ്സി ജോൺ ആയിരുന്നു അതിനുശേഷമല്ല മദർ പ്രൊവിൻഷ്യൽ. അപ്പം മദർ വിസിറ്റിന് വരുമ്പോൾ ഞാൻ മദറിൻ്റെ അടുത്ത് നിന്ന് ചോദിക്കും, മദറെ എന്നെ തിരിച്ചു കൊണ്ടുപോകുക. അപ്പം മദർ ഇങ്ങനെ എന്നെ നോക്കി പുഞ്ചിരിക്കത്തേ ഉള്ളൂ. മദറിന് എന്നാ പറയണ്ടേന്ന് അറിയില്ല. കാരണം മദറിനും സങ്കടമാണ്, നേരത്തെ ഉണ്ടായിരുന്ന ലില്ലി മദറിനും സങ്കടം. എല്ലാവർക്കും പൊതുവെ സങ്കടമുണ്ട്, എങ്കിൽ തന്നെയും അവർക്ക് ഒന്നും പറയാൻ പറ്റിയില്ലല്ലോ. അങ്ങനെ ഒത്തിരി പ്രാർത്ഥനയുടെയും ഒത്തിരി ദൈവാനുഗ്രഹത്തിൻ്റെയും വഴികളിലൂടെയാണ് ഞാൻ തിരിച്ചു വീണ്ടും എൻ്റെ സമർപ്പിത സന്യാസ സമൂഹത്തിലേക്ക് കടന്നു വരുന്നതും എൻ്റെ നോവിഷ്യേറ്റ് പൂർത്തിയാക്കി 2019 മെയ് 6-ാം തീയതി ഞാൻ എൻ്റെ സഭാവസ്ത്രം സ്വീകരിക്കുകയും ചെയ്തു. തീർച്ചയായും ദൈവവിളികൾ വളരെയധികം കുറഞ്ഞു വരുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ദൈവവിളികളോട് മറുതലിക്കുന്ന ഒരു തലമുറേനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. തൻ്റെ 15-ാം വയസ്സിൽ വീട് വിട്ടിറങ്ങി ദൈവം തന്നെ തിരഞ്ഞെടുത്തത് മനസ്സിലാക്കിയ സിസ്റ്റർക്ക് ഇന്നത്തെ തലമുറയോട് എന്താണ് പങ്കുവെക്കാനുള്ളത്? എനിക്ക് ഇന്നത്തെ തലമുറയോട് പങ്കുവെക്കാനുള്ള കാര്യം എന്ന് പറയുന്നത്, നമ്മളുടെ ജീവിതത്തിൽ എത്ര പ്രതിസന്ധികളും പ്രയാസങ്ങളും വന്നാലും പരിശുദ്ധ അമ്മയും വിശുദ്ധ കുർബാനയും ഈശോയും വിട്ടൊരു ജീവിതം നമുക്ക് വേണ്ട. നമ്മുടെ സന്തോഷങ്ങളിലായാലും ദുഃഖത്തിലായാലും നമ്മുടെ മാതാപിതാക്കളെക്കാൾ അധികമായിട്ട് നമ്മളെ കാണുന്ന, നമ്മളെ അറിയുന്ന ഒരു ദൈവമാണ് നമ്മുടെ കൂടെ ഉള്ളത്. അപ്പം ദൈവത്തിന് അസാധ്യമായിട്ട് യാതൊന്നുമില്ല. എന്ത് പ്രയാസമുണ്ടോ, എന്ത് വിഷമമുണ്ടോ, അത് ഈശോയ്ക്ക് അങ്ങ് കൊടുക്കുക. നമ്മളെ തന്നെ പൂർണ്ണമായി വിട്ടുകൊടുക്കുമ്പോൾ, നമ്മളെ തന്നെ പൂർണ്ണമായി എളിമപ്പെടുത്തുമ്പോഴാണ് ദൈവത്തിന് നമ്മളുടെ ഇടയിൽ പ്രവർത്തിക്കാനായിട്ട് സാധിക്കുക. ഇന്ന് ദൈവവിളികൾ വളരെ കുറഞ്ഞു വരുന്ന ഒരു കാലഘട്ടമാണ്. ഞാൻ ഒരു IAS ആകണമെന്ന് വളരെ സ്വപ്നം കണ്ടൊരു വ്യക്തിയാണ്. എൻ്റെ സ്വപ്നത്തെ ഞാൻ സാക്ഷാത്കരിച്ചത് മഠത്തിൽ വന്ന് എൻ്റെ ഉടുപ്പിട്ട് എൻ്റെ സഭാവസ്ത്രം ഞാൻ സ്വീകരിച്ച ആ ദിവസം, ആ നിമിഷം ഞാൻ എൻ്റെ ക്രിസ്തുവിൻ്റെ ആ സൈന്യത്തിലെ ഒരു അംഗമായി, ആ ക്രിസ്തുവിൻ്റെ പടയാളി ഗണത്തിലെ ഒരു വ്യക്തിയായിട്ട് ഞാൻ മാറി. അതാണ് എനിക്ക് ഏറ്റവും വലിയൊരു അനുഗ്രഹമായിട്ട് മാറിയിരിക്കുന്നത്. അപ്പം എനിക്ക് എൻ്റെ സഹോദരങ്ങളോട് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മളുടെ ജീവിതത്തിൽ നമ്മുടെ മുന്നോട്ടുള്ള യാത്രകളിൽ ദൈവത്തെ മുറുകെ പിടിക്കുക, എപ്പോഴും വചനം വായിച്ച് ജീവിക്കുക, വചനത്തിന് അനുസരിച്ചുള്ള ജീവിതം നയിക്കുക. നമ്മൾക്ക്
മുന്നോട്ടുള്ള ജീവിതത്തിലെ തടസ്സങ്ങൾ, എന്താ ജീവിതാന്തസ് എന്താണെന്ന് തിരഞ്ഞെടുക്കാൻ സാധിക്കാതെ ഒത്തിരി പേര് നമ്മുടെ മുൻപിൽ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുമ്പോൾ അവരോട് എനിക്ക് പറയാനുള്ളത്, പരിശുദ്ധ അമ്മയെ മുറുകെ പിടിക്കുക, വിശുദ്ധ വചനം വായിക്കുക, ജീവിത അന്തസ് എന്താണെന്ന് തിരിച്ചറിയാനുള്ള ഒരു കൃപ ലഭിക്കാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. അപ്പോൾ വളരെ അപ്രതീക്ഷിതമായിട്ടാണെങ്കിലും സിസ്റ്റർ ഒരു മീഡിയ കോഴ്സാണ് സെലക്ട് ചെയ്ത് അതാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സന്യസ്തർക്ക് പൊതുവേ ഈ ഒരു മീഡിയ ഫീൽഡിൽ നിന്ന് കുറച്ച് അകന്ന് നിൽക്കുക, അല്ലെങ്കിൽ അതിനെ അധികം പ്രോത്സാഹിപ്പിക്കാത്തൊരു സമൂഹമാണ് നമ്മുടേതെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ സിസ്റ്റർ ഈ ഒരു മീഡിയ ഫീൽഡിൽ നിൽക്കുമ്പോൾ, ഇത് പഠിക്കുമ്പോൾ എങ്ങനെയാണ് സന്യാസ സിസ്റ്ററുടെ സമൂഹത്തിൽ നിന്നുള്ള അല്ലെങ്കിൽ സുപ്പീരിയേഴ്സിൽ നിന്നുള്ള ഒരു സപ്പോർട്ടും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? എൻ്റെ സമൂഹത്തിലെ ആദ്യത്തെ മീഡിയ പഠിക്കുന്ന വ്യക്തിയാണ് ഞാൻ. അപ്പോൾ എൻ്റെ മദർ പ്രൊവിൻഷ്യൽസ് ആണെങ്കിലും, ഇപ്പോഴത്തെ മദർ പ്രൊവിൻഷ്യൽ ആണെങ്കിലും, എൻ്റെ കൗൺസിലേഴ്സ് ആണെങ്കിലും, എൻ്റെ സിസ്റ്റേഴ്സ് ആണെങ്കിലും വളരെയധികം സപ്പോർട്ടും പ്രോത്സാഹനവുമാണ് എനിക്ക് നൽകുന്നത്. അവരുടെ പ്രാർത്ഥനയിലൂടെയും പിന്നെ എൻ്റെ ഓരോ പ്രോജക്റ്റ് വർക്കുകൾ വരുമ്പോൾ അവരുടെ ആശയങ്ങളെല്ലാം എനിക്ക് പറഞ്ഞു തരും. ഇങ്ങനെ ചെയ്താൽ, ഇപ്പോൾ ഒരു ഷോർട്ട് ഫിലിം ചെയ്യണമെന്നുണ്ടെങ്കിൽ എങ്ങനെ ചെയ്താൽ അത് കൊള്ളാം, അങ്ങനെ ചെയ്താൽ കുറച്ചും കൂടി അത് ബെറ്റർ ആക്കാൻ പറ്റും, അപ്പം കുറച്ചും കൂടെ പഠിച്ചാൽ ആ കാര്യം കുറച്ചും കൂടെ നേടിയെടുക്കാൻ സാധിക്കും. അങ്ങനെ എനിക്ക് ഒത്തിരി മാർഗനിർദ്ദേശങ്ങൾ നൽകി, എന്നെ ഒത്തിരി പ്രോത്സാഹിപ്പിക്കുകയും എനിക്ക് വേണ്ടുന്ന എല്ലാ പിന്തുണയും നൽകി എന്നോടൊപ്പം നിന്ന് എന്നെ ബലപ്പെടുത്തുന്നത് എൻ്റെ ബഹുമാനപ്പെട്ട മദർ പ്രൊവിൻഷ്യലും എൻ്റെ സിസ്റ്റേഴ്സുമാണ്. മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല. സങ്കീർത്തനങ്ങൾ 23:4. ഈ ഒരു വചനമാണ് എന്നെ ഏറ്റവും കൂടുതൽ ശക്തിപ്പെടുത്തുകയും എനിക്ക് മഠത്തിൽ നിന്ന് തിരിച്ചു പോകേണ്ടി വന്ന സമയത്ത് ഞാൻ ഇങ്ങനെ ഒരു അസുഖം വന്ന് ഞാൻ മരിച്ചു പോകുമോ എന്നൊക്കെ ഞാനിങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്. എനിക്ക് എൻ്റെ സമർപ്പിത ജീവിതം, എൻ്റെ സമൂഹത്തിൽ നിന്ന് എനിക്ക് തിരിച്ചു പോകേണ്ടി വന്നാൽ എൻ്റെ മരണം എന്ന രീതിയിലായിരുന്നു ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നത് മുഴുവൻ. അവിടെയല്ല എന്നെ ശക്തിപ്പെടുത്തിയത് കർത്താവിൻ്റെ വചനമാണ്. ദൈവത്തിനൊന്നും അസാധ്യമല്ലല്ലോ. മനുഷ്യൻ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നു, അന്തിമ തീരുമാനം ദൈവത്തിൻ്റെതാണ്. അപ്പം എല്ലാ തീരുമാനവും ഞാൻ ദൈവത്തിന് വിട്ടുകൊടുത്ത് ജീവിച്ചു. അവിടുന്ന് ദൈവം എന്നെ പ്രവർത്തിച്ചു. ദൈവത്തെ സ്തുതിച്ചുകൊണ്ടൊരു 2 വരി നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി പാടാവോ? ദൈവം തന്നതല്ലാതൊന്നും ഇല്ല എൻ്റെ ജീവിതത്തിൽ, ദൈവത്തിൻ്റെ സ്നേഹം പോലെ മറ്റൊന്നില്ല പാരിടത്തിൽ. ഇന്നോളം ദൈവമെന്നെ കാത്തതോർത്തു പോവുകിൽ, എത്ര കാലം ജീവിച്ചെന്നാലും നന്ദിയേകിത്തീരുമോ? ഭൗമികമായതിനെയെല്ലാം ഉച്ഛിഷ്ടം പോലെ വലിച്ചെറിഞ്ഞ് തൻ്റെ ദൈവവിളി തിരിച്ചറിഞ്ഞ് കർത്താവ് തന്നെ വിളിക്കുന്നുവെന്ന് മനസ്സിലാക്കിയ ആ നിമിഷം തന്നെ തൻ്റെ IAS സ്വപ്നങ്ങളും തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട മാതാപിതാക്കളെയും കുടുംബത്തെയും എല്ലാം ഉപേക്ഷിച്ച് കർത്താവിൻ്റെ മണവാട്ടിയായി ഇറങ്ങി വരാൻ തയ്യാറായ സിസ്റ്റർ ക്ലാര ഫ്രാൻസിസ് DM ഇന്നത്തെ സമൂഹത്തിന്, ദൈവവിളിയോട് മറുതലിക്കുന്ന, ദൈവവിളിയിൽ നിന്ന് അകന്നു നിൽക്കുന്ന ഇന്നത്തെ സമൂഹത്തിന്, ഇന്നത്തെ യുവതലമുറയ്ക്ക് വലിയൊരു മാതൃകയാണ്. സഹനത്തിൻ്റെ വഴികളിലും മുള്ളുകളിലൂടെ നടക്കേണ്ടി വന്നപ്പോഴും സ്വയം വിട്ടുകൊടുത്ത് എല്ലാം ദൈവത്തിന് സമർപ്പിച്ച് തൻ്റെ ജീവിതത്തെ പൂർണ്ണമായും ദൈവത്തിന് സമർപ്പിച്ച ഈ സന്യാസിനിയുടെ ജീവിതം ഏവർക്കും ഒരു മാതൃകയാകട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.